മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ LDF 1000 രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ മാസത്തെ തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല. UDF ഇത് നിർത്തുമോ എന്ന ചോദ്യം എല്ലാവരിലും ഉയരുന്നുണ്ട്. എന്നാൽ UDFന്റെ ഭാഗത്തുനിന്ന് വരുന്ന മറുപടി ഇതാണ്: UDF ഇത് നിർത്തില്ല, പകരം ഇത് വലുതാക്കി പേര് മാറ്റി കൂടുതൽ ആൾക്ക് കൊടുക്കുമെന്നാണ്. പുതിയ പേര് ഇന്ദിരാ പ്രിയദർശിനി സ്ത്രീശക്തി ധനസഹായം എന്നായിരിക്കും. തുക 1000 നിന്നും 3000 രൂപയാക്കും. പ്രായപരിധി 35 തൊട്ട് 60 എന്നത് 18 മുതൽ 59 ആക്കും. ഇപ്പോൾ AAY അല്ലെങ്കിൽ PHH റേഷൻ കാർഡ് നിർബന്ധമാണ്. UDF അത് ഒഴിവാക്കും. കുടുംബ വരുമാനം 2 ലക്ഷത്തിന് താഴെയുള്ള നീല കാർഡുള്ളവർക്കും ലഭിക്കുന്നതാണ്. ഈ പുതിയ രൂപത്തിൽ 2027 ഏപ്രിൽ മാസം മുതൽ പദ്ധതി ആരംഭിക്കും. 2026 ഏപ്രിൽ മാസത്തെ തുക ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ 2026 ഏപ്രിൽ മുതലുള്ള കുടിശ്ശിക 2027 ഒറ്റയടിക്ക് ലഭിക്കും. LDF കാലത്ത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് 2000 രൂപയാണ് കൊടുത്തിരുന്നത്. UDF വന്നാൽ ഇത് നിർത്തുമോ എന്ന് പലർക്കും പേടിയുണ്ട്. ഇല്ല, നിർത്തില്ല. UDF ഇത് തുടരും. മാത്രമല്ല 2 വലിയ മാറ്റം കൊണ്ടുവരും. ഒന്നാമത്തേത് പ്രായം 60 നിന്ന് 58 ആക്കി കുറയ്ക്കും. അതായത് 58 വയസ്സ് തികഞ്ഞാൽ തന്നെ പെൻഷൻ കിട്ടിത്തുടങ്ങും. രണ്ടാമത്തേത് തുക 2000 നിന്ന് 3000 ആക്കി കൂട്ടും. ഇത് 2026 ജൂലൈ മാസം മുതൽ കിട്ടിത്തുടങ്ങുമെന്നാണ് സർക്കാർ പറയുന്നത്. LDF കാലത്ത് മുടങ്ങിയ 5 മാസത്തെ പൈസയും ഓണത്തിന് മുമ്പ് കൊടുക്കപ്പെടും. ഇതുകൂടാതെ വിധവാ പെൻഷൻ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കും. ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് കിട്ടുന്ന പെൻഷനാണിത്. LDF 2000 രൂപയാണ് കൊടുത്തിരുന്നത്. UDF ഇത് 3000 രൂപയാക്കും. കൂടാതെ ഒരു പ്രധാന മാറ്റം കൂടി വരുത്തും. ഇപ്പോൾ ഭർത്താവ് മരിച്ചിട്ട് 1 വർഷം കഴിയണമെങ്കിൽ പെൻഷൻ അപേക്ഷിക്കാനായിട്ട് പറ്റൂ. UDF ഈ നിബന്ധന ഒഴിവാക്കും. മരണ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടൻ അടുത്ത മാസം മുതൽ പെൻഷൻ കിട്ടിത്തുടങ്ങും. ഇതുകൊണ്ട് വിധവകൾക്ക് വലിയ ആശ്വാസമാകും. അടുത്തത് വികലാംഗ പെൻഷൻ കൂടുതൽ പേർക്ക് നൽകപ്പെടും. 40% മുകളിൽ വൈകല്യമുള്ളവർക്കാണ് ഇപ്പോൾ പെൻഷൻ കിട്ടുന്നത്. LDF 2000 രൂപയാണ് കൊടുത്തത്. UDF ഇത് 3000 രൂപയാക്കും. അതോടൊപ്പം വൈകല്യത്തിന്റെ തോത് 40% നിന്നും 30% കുറയ്ക്കും. അതുകൊണ്ട് ഇപ്പോൾ പെൻഷൻ കിട്ടാത്ത ഒരുപാട് പേർക്ക് പുതുതായി പെൻഷൻ കിട്ടും. ഓട്ടിസം, പഠന വൈകല്യം പോലുള്ള അവസ്ഥകളും പരിഗണിക്കപ്പെടും. അടുത്തത് കർഷക തൊഴിലാളി പെൻഷനാണ്. അതിൽ വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കും. കർഷക തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന പെൻഷനാണിത്. LDF 2000 രൂപയാണ് നൽകിക്കൊണ്ടിരുന്നത്. UDF ഈ തുക 3000 ആക്കും. ഇപ്പോൾ 10 വർഷം കൃഷിപ്പണി ചെയ്തതിന്റെ തെളിവ് വേണം. UDF ഇത് 5 വർഷമാക്കി കുറയ്ക്കും. സ്വന്തമായി കുറച്ച് ഭൂമിയുള്ള കർഷക തൊഴിലാളികൾക്കും ഇനി പെൻഷൻ ലഭിക്കും. കർഷകർക്ക് ഉടമ പെൻഷൻ 1000 രൂപയാണ്. ഇത് പൂർണ്ണമായും പുതിയൊരു പെൻഷനാണ്. ഇപ്പോൾ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഉണ്ട്. പക്ഷെ സ്വന്തമായി കുറച്ച് ഭൂമിയുള്ള 60 വയസ്സ് കഴിഞ്ഞ ചെറുകിട കർഷകർക്കൊന്നുമില്ല. UDF അവർക്ക് വേണ്ടി മാസം 5000 രൂപ പെൻഷൻ കൊണ്ടുവരും. 2 ഏക്കറിൽ താഴെയുള്ള ഭൂമിയുള്ള 10 വർഷം കൃഷി ചെയ്ത 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് ഇത് ലഭിക്കും. 2026 നവംബറിൽ അപേക്ഷ തുടങ്ങും. 2027 ജനുവരി മുതൽ പൈസ ലഭിച്ചു തുടങ്ങും. അടുത്തത് യുവജന തൊഴിൽരഹിത വേതനമാണ്. 2500 രൂപയാണ്. 21 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ള പക്ഷെ ജോലിയില്ലാത്ത യുവാക്കൾക്ക് വേണ്ടിയാണിത്. അവർക്ക് മാസം 2500 രൂപ സർക്കാർ കൊടുക്കും. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്: എല്ലാ മാസവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി ഒപ്പിടണം. സർക്കാർ പറയുന്ന ജോലിക്ക് പോകണം. 3 തവണ ജോലി വേണ്ടെന്ന് വെച്ചാൽ പെൻഷൻ നിർത്തും. പരമാവധി 2 വർഷം വരെ ലഭിക്കും. 2026 ഒക്ടോബറിൽ ഈ പദ്ധതി ആരംഭിക്കും. ഇനി അതിഥി തൊഴിലാളി പെൻഷനാണ്. 2000 രൂപയാണ്. കേരളത്തിൽ 10 വർഷത്തിലധികം പണിയെടുക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ അതിഥി തൊഴിലാളികൾക്ക് UDF 2000 രൂപ പെൻഷൻ കൊടുക്കും. ഇതിനായി അവർ ക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. 2026 ഓഗസ്റ്റ് മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. കേരളം കെട്ടിപ്പടുക്കാൻ സഹായിച്ചവരെ സംരക്ഷിക്കണമെന്നത് സർക്കാർ നിലപാടാണ്. ഇനി ട്രാൻസ്ജെൻഡർ പെൻഷനാണ്. 3000 രൂപയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് LDF കാലത്ത് 1000 രൂപ കൊടുത്തിരുന്നു. പക്ഷേ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇത് ലഭിച്ചിരുന്നത്. UDF ഇത് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. പ്രായം 25 വയസ്സ് മതി. സാമൂഹ്യനീതി വകുപ്പിന്റെ ID കാർഡ് മാത്രം മതി. വരുമാനമോ വീടോ നോക്കില്ല. 2026 സെപ്റ്റംബർ മുതൽ ഇത് കിട്ടിത്തുടങ്ങും. ഇനി അടുത്തത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷനാണ്. 5000 രൂപയാണ്. കാസർഗോഡിൽ എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്നവർക്ക് LDF 2000 രൂപയാണ് കൊടുത്തിരുന്നത്. UDF ഇത് 5000 രൂപയാക്കി വർദ്ധിപ്പിക്കും. കൂടാതെ രോഗികളെ പരിചരിക്കുന്ന അമ്മമാർക്കോ ഭാര്യമാർക്കോ പ്രത്യേകം 2000 രൂപ കൂടി കൊടുക്കും. അതായത് ഒരു കുടുംബത്തിനാകെ 7000 രൂപ വരെ കിട്ടാം. 2026 ഓഗസ്റ്റ് മുതൽ ഇത് നടപ്പിലാക്കും. UDFന്റെ ഏറ്റവും വലിയ തന്ത്രം റീബ്രാൻഡിംഗ് ആണ്. LDF തുടങ്ങിവെച്ച ഒരു പദ്ധതി നിർത്തില്ല. പക്ഷെ അതിന്റെ പേര് മാറ്റും, തുക കൂട്ടും, ഗുണഭോക്താക്കളുടെ എണ്ണം കൂട്ടും. ഉദാഹരണത്തിന് ലൈഫ് മിഷൻ എന്ന പേര് മാറ്റി സ്വപ്ന ഭവന പദ്ധതി എന്നാക്കും. വീടിന് കിട്ടുന്ന തുക 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷമാക്കും. കാരുണ്യാരോഗ്യ ഇൻഷുറൻസ് എന്നത് ജീവൻ രക്ഷാ കാർഡാക്കി 2 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കും. പുതിയ മുഖ്യമന്ത്രിയുടെ ആദ്യ നീക്കം ഭരണകൂട സംവിധാനത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വം ഉറപ്പാക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം വിലയിരുത്താൻ പ്രത്യേക ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കപ്പെടുന്നു.
ഓരോ വകുപ്പിനും വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും സമയബന്ധിതമായി അവ പൂർത്തിയാക്കുന്നതിന് കർശനമായ മേൽനോട്ട സംവിധാനം കൊണ്ടുവരികയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ധനകാര്യ നിയന്ത്രണത്തിൽ കൂടുതൽ കർശനത കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു. കാരണം സംസ്ഥാനത്തിന്റെ കടബാധ്യത ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പഴയ സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ തുടരുമോ എന്നതാണ് ജനങ്ങളിൽ ഉയരുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന്. UDF സർക്കാർ ഈ വിഷയത്തിൽ ഒരു സമതുലിത സമീപനം സ്വീകരിക്കുന്നതായാണ് സൂചനകൾ. ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഉദാഹരണത്തിന് പെൻഷൻ പദ്ധതികൾ, ആരോഗ്യ ഇൻഷുറൻസ്, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ഇവ തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ ചില പദ്ധതികളിൽ കാര്യക്ഷമത കുറവാണെന്ന് കണ്ടെത്തിയാൽ അവ പുനർസംഘടിപ്പിക്കുകയോ പുതുക്കുകയോ ചെയ്യും. ലക്ഷ്യം പണം ചെലവഴിക്കുന്നതിൽ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കലാണ്. ആരോഗ്യ മേഖലയിലെ പ്രധാന നീക്കങ്ങളിലൊന്നാണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത്. പുതിയ മുഖ്യമന്ത്രി ആരോഗ്യരംഗത്തെ സ്വകാര്യ പൊതു പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഇതിലൂടെ ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമം. കൂടാതെ ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡുകൾ നടപ്പിലാക്കുന്നതിലൂടെ ചികിത്സാ സംവിധാനത്തിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ രംഗത്ത് സ്കൂൾ, കോളേജ് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുകയും തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, അതാണ് പ്രധാന ലക്ഷ്യത്തിലൊന്ന്. പുതിയ സർക്കാർ IT, AI, സ്റ്റാർട്ടപ്പ് മേഖലകളിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ ശ്രമിക്കുന്നു. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് സർക്കാരിന്റെ പ്രധാന അജണ്ടയായിരിക്കും. ഇനി കൃഷി മേഖലയിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കർഷകർക്ക് നേരിട്ട് സഹായം നൽകുന്ന പദ്ധതികൾ ശക്തിപ്പെടുത്തുകയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കാൻ പുതിയ മാർക്കറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് സർക്കാരിന്റെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ജിപ്മർ മാതൃകയിൽ ബില്ലുള്ള ആശുപത്രികൾ, ചികിത്സ കഴിഞ്ഞ് ബില്ലടയ്ക്കാതെ പോകാം, മൊബൈൽ കീമോതെറാപ്പി യൂണിറ്റുകൾ, ക്യാൻസർ രോഗികൾക്ക് വീട്ടുപടിക്കൽ ചികിത്സ, അടുത്തത് നിർധനരായ സ്ത്രീകൾക്ക് മമ്മോഗ്രാം ഫ്രീ. എല്ലാ പഞ്ചായത്തിലും അടിയന്തര ആംബുലൻസ് 108നേക്കാൾ വേഗത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്തത് ഷീ ഹോസ്പിറ്റലുകളാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി പ്രത്യേക ആശുപത്രികൾ. ലക്ഷ്യം ഒന്നേയുള്ളൂ, കേരളത്തെ ലോകോത്തര ഹെൽത്ത് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൽ റോഡുകൾ, പാലങ്ങൾ, നഗരവികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. പ്രത്യേകിച്ച് നഗരങ്ങളിൽ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ ഗതാഗത പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. ഇതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമമുണ്ടാകും. ഡിജിറ്റൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നതും ഈ വർഷത്തെ പ്രധാന മാറ്റങ്ങളിൽ ഒന്നായിരിക്കും. എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാകുന്നതിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഭരണാനുഭവം നൽകുകയാണ് ലക്ഷ്യം. ഇതിലൂടെ അഴിമതി കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയും. അവസാനമായി പുതിയ UDF സർക്കാരിന്റെ വിജയവും പരാജയവും അവരുടെ വാഗ്ദാനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാക്കുന്നു എന്നതിനെ ആശ്രയിക്കുന്നു. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നീക്കവും ശ്രദ്ധേയമായി സ്വാധീനം ചെലുത്തും. ഭരണത്തിന്റെ ആദ്യ വർഷം തന്നെ ഈ സർക്കാർ എത്രത്തോളം ദിശാബോധത്തോടെ മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തമാകും.